രാഹുലെ, വെള്ളാപ്പള്ളി നടേശന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. മൈക്രോ ഫിനാൻസ് കേസിൽ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. മൈക്രോ ഫിനാൻസ് കേസ് മാത്രമല്ലല്ലോ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് കെ മഹേഷന്റെ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്നൊരു സാഹചര്യമാണ്. നമുക്കറിയാം, കെ മഹേഷൻ എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ നടന്നിരുന്ന ഒരു സന്തത സഹചാരി, റൈറ്റ് ഹാൻഡ്, അദ്ദേഹം SNDP ഓഫീസിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഒരാൾ താൻ സ്നേഹിച്ച, താൻ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു കെട്ടിടത്തിൽ പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയത്തിലുണ്ടായിരുന്ന വേദന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കെ മഹേഷിന് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു 10-30 പേജ് വരുന്നൊരു, എനിക്ക് 10-30 പേജാണെന്ന് തോന്നുന്നു, ഞാൻ 32 പേജുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ പരിണത ഫലം കൂടെ വാങ്ങിച്ചു വെച്ചിട്ട് പോയാൽ പോരെ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഇത്രയും കാലം 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടം വരെ അദ്ദേഹത്തിന് രാജയോഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവസാന കാലഘട്ടത്തിൽ പിണറായി വിജയൻ ഇറങ്ങുന്നതിന് മുമ്പിട്ട് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് പത്മ പുരസ്കാരം ഏറ്റുവാങ്ങിക്കുക, നരേന്ദ്രമോദിയുടെ കൂടെ ചേർന്ന് ഫോട്ടോ എടുത്ത് കൈ കൊടുക്കുക, ഇതിനുള്ള അവസരങ്ങളെല്ലാം കിട്ടി. പക്ഷെ അദ്ദേഹം ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങളുണ്ടായിരുന്നു. 10 വർഷം സഹായിക്കാൻ, അല്ലെങ്കിൽ എന്ത് പ്രതിഷേധം വന്നു കഴിഞ്ഞാലും ഫ്രണ്ട് ഇൻ നീഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോകാനും തോളിൽ കൈയിടാനും, എന്ത് വർഗീയത പറഞ്ഞു കഴിഞ്ഞാലും കൂടെ നിന്ന് സംരക്ഷിക്കാനും ഒരാൾ ഉണ്ടായിരുന്നു എന്ന വിശ്വാസം മുഴുവൻ വെള്ളാപ്പള്ളിക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് ആഗ്രഹിച്ച ആളുകളിൽ ഒരാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് വി ഡി സതീശനെ പേടിയായിരുന്നു വേണമെങ്കിൽ പറയാം. പേടിയല്ല, വെള്ളാപ്പള്ളി നടേശന് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കഴിവില്ലാത്തവൻ, ബഫൂൺ, കോമാളി, പിന്നെ പറയാൻ പാടില്ലാത്ത പലതും വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ ആക്ഷേപിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ 102 സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ, 100+ സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 100 പോയിട്ട് 98, 2 നിങ്ങൾ കുറച്ചോ, എന്നിട്ട് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാമെന്ന് പറഞ്ഞിട്ട് 102 സീറ്റ് കിട്ടി UDF അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെ പലതും പറയും എന്ന് കേട്ട് സ്ഥാനം രാജിവെക്കാൻ ഞാൻ ആരാ, പൊട്ടനോ മണ്ടനോ എന്ന് ചോദിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് മാത്രമല്ല, ഈ പത്മ പുരസ്കാരത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഈ പത്മ പുരസ്കാരം ആരെങ്കിലും വാങ്ങിക്കും, അതായത് എനിക്ക് കിട്ടിയാൽ തന്നെ എന്റെ പട്ടി പോകും. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? എന്റെ പട്ടി പോയി വാങ്ങിക്കും പത്മ പുരസ്കാരം, എന്ത് പുരസ്കാരം? അപ്പൊ അദ്ദേഹത്തിന്റെ രൂപത്തിലുള്ള ഏതോ ആരോ ആണ് പോയി വാങ്ങിച്ചെന്ന് വേണം എനിക്ക് വിശ്വസിക്കാൻ. അദ്ദേഹത്തിന്റെ പട്ടി പോയി വാങ്ങിച്ചോ ഇല്ലയോ എന്നല്ല പിന്നീട് പറയാം. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം പിന്നീട് തിരുത്തി പറഞ്ഞു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങനെയാണ് ഈ SNDP എന്ന് പറയുന്ന ഈഴവ സംഘടനയെ തൻ്റെ കൈക്കുള്ളിലാക്കി വെച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, അദ്ദേഹം ഇടയ്ക്ക് വന്ന് നമ്മൾ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് കുറേയേറെ വീഡിയോസ് എടുക്കാറുണ്ട്. അതിലെല്ലാം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, കൂടെ നിന്നവരെ എല്ലാം വഞ്ചിച്ചിട്ടേ ഉള്ളൂ വെള്ളാപ്പള്ളി നടേശൻ. കോടികളുടെ അഴിമതികളാണ് വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഞാൻ വായിച്ചു നോക്കിയതാണ്. അതിൽ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഓരോ കാര്യങ്ങളും, അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കുറ്റകൃത്യങ്ങളും അദ്ദേഹം ആഭാസനാണ് എന്ന് പറയുന്ന രീതിയിൽ വരെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ അവരെ പറ്റി മോശം പറയുക, ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്ന കാര്യങ്ങൾ, പൈസയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടിയിട്ട് സംഘടനയെ വിറ്റ കാര്യങ്ങൾ, ഇതെല്ലാം ആ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മദ്യക്കച്ചവടം തന്നെ, ബിനാമി പേരിൽ കോടികളുടെ മദ്യക്കച്ചവടം നടത്തിയിട്ട് ബിനാമി എന്ന നിലയ്ക്ക് ഇത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയും മദ്യം വിറ്റ് കിട്ടുന്ന കാശിന് പോലും വഞ്ചന കാണിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മഹേഷിന്റെ ആത്മഹത്യ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ബാറുകളും ഈ വെള്ളാപ്പള്ളി നടേശന്റെയും തുഷാർ വെള്ളാപ്പള്ളികളെയും ബിനാമികളുടെ പേരിലുള്ള ബാറുകളാണ്. ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ കുറച്ച് ഹോട്ടലുകൾക്ക് സ്റ്റാർ പദവി, അതായത് ഒരു കൂടുതൽ പദവി നൽകിയിരുന്നാൽ അതിലേറെ ഒട്ടുമിക്ക ബാറുകളും ഈ ഒരു വെള്ളാപ്പള്ളി നടേശന്റെ, തുഷാർ വെള്ളാപ്പള്ളിയുടെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ബാറുകൾക്കാണ് കൂടുതൽ പദവി മുന്നിട്ട് നൽകിയത്.
പലപ്പോഴും പിണറായി വിജയൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ബാക്കിയെല്ലാം മാറ്റി നിർത്താം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള വർഗീയ പ്രസ്താവനകൾ, അദ്ദേഹം എനിക്കൊന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാർ ഇറങ്ങുന്നത് വരെ മുഴുവൻ സമയവും വർഗീയത തുപ്പുക തന്നെയായിരുന്നു. മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകട്ടെ എന്ന് പറയുന്ന രീതിയിൽ വരെ അദ്ദേഹത്തിന്റെ സംസാര ശൈലി ഉയർന്നിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ആ ഒരു കുടുംബത്തെയും അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിന് നൽകിയ ധനസഹായം അല്ലെങ്കിൽ ആ ഒരു സഹായത്തെ പോലും അവഹേളിച്ച് സംസാരിച്ചു. അവിടെ നിന്ന് ഒന്നാന്ന് തോന്നുന്നു ഈ ഒരു ഇതിന്റെ വ്യാപ്തി കൂടിയത്, ആക്ഷേപങ്ങളുടെ വ്യാപ്തി കൂടിയത്. അതെ, ഇത് ഒന്ന് ചോദ്യം ചെയ്യാനോ. ഇപ്പോൾ വർഗീയത, ഇപ്പോൾ CPM എന്ന് പറയുന്നത് എന്താണ്? പുരോഗമന പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, തൊഴിലാളി വർഗ പാർട്ടി, പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെയാണ് വർഗീയത ഇല്ലാത്ത പാർട്ടിയാണ്. ആലോചിക്കണേ, വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന, സമത്വം കൊടുക്കുന്ന, വർഗീയതയില്ലാത്ത, വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷികളുള്ള പാർട്ടിയാണേ ആ പാർട്ടി ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയ ആളെ, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ച ആളെ തോളിൽ കൈയിട്ട് സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോയി സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള കോടികൾ, ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് 1 മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് തേടി കോടതിക്ക് കൊടുക്കണം. കാരണം എത്ര കാലമായിട്ട് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിന് സർക്കാർ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ പൂട്ട് വീഴുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇതുവരെ വെച്ച് നോക്കുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ SIT ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത അല്ലെങ്കിൽ ഈ ഒരു സമർപ്പിച്ച റിപ്പോർട്ടിലെല്ലാം ഈ ഒരു വെള്ളാപ്പള്ളി നടേശനെതിരെയാണ് കാര്യങ്ങൾ മുഴുവൻ. ഇനി കോടതിയുടെ വിധി വരുന്നത് വരെയുള്ള കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ വെള്ളാപ്പള്ളി നടേശൻ ഈ സമൂഹത്തിൽ കിടന്ന് വിലസാനുള്ള ഒരു അവസരം. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്ന് കോടതി ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട്, ആ പദവിയിൽ കൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ്? വോട്ടിന് വേണ്ടിയിട്ട് ഇവരുടെ കാലിൽ ചെന്ന് വീഴുന്നത്, പണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇലക്ഷൻ സമയം ആകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പലരെയും സെറ്റിൽമെന്റ് ചെയ്യും. പല ആളുകൾക്കും കാശ് കൊടുത്ത് അവരെ സെറ്റിൽമെന്റ് ചെയ്യും. അപ്പോൾ ഇലക്ഷൻ സമയത്ത് എല്ലാവർക്കും പണം ആവശ്യമുണ്ട്, നിൽക്കുന്ന മത്സരാർത്ഥികൾക്കെല്ലാം പണം ആവശ്യമുണ്ട്. പണം ആവശ്യമുള്ളവരെ അങ്ങോട്ട് ചെന്ന് കണ്ട് കാശ് കൊടുക്കുകയാണ്. 2, 3, 4 കോടി രൂപയൊക്കെ കൊടുക്കുകയാണ്. എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? പണ്ട് ഇതേപോലെ വെള്ളാപ്പള്ളി നടേശൻ ഒരു പാർട്ടി ഉണ്ടാക്കി, വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി. ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് പിരിച്ച പണം എവിടേക്കാണ് ഒഴുകിയത്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതെല്ലാം SNDPയുടെ ഫണ്ടിൽ നിന്നും എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയത്. അപ്പോൾ SNDPയെ വിറ്റ് ഇത്രയും കാലം ജീവിച്ചിരുന്ന ഒരാൾ, അയാൾക്കെതിരെ ആ സംഘടനയുള്ള ആളുകൾ തന്നെ തിരിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണെങ്കിലും ഇത്തരത്തിൽ ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്നൊരു വിഷയം വന്നാൽ തന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട ആവശ്യം വരും. അപ്പോൾ വീണ്ടും SNDPയിൽ മറ്റൊരാൾ അധികാരത്തിലേക്ക് വരും. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പുറകെ ആളുകൾ പോകുന്നു നിർത്തും. ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് അധികാരം, വോട്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ SNDPയുടെ വോട്ട് ബാങ്കുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈഴവ വോട്ട് ബാങ്കുകൾ. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നിന്ന് സാർ ഞാൻ മത്സരിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ പിന്തുണ വേണം, അങ്ങയുടെ കൂടെയുള്ള ആളുകളുടെ വോട്ട് എനിക്ക് വേണം. ഇത്തരത്തിൽ വോട്ട് മാത്രം പോരാ, പണവും വേണം. വോട്ടും പണവും വാങ്ങിച്ച് ചോദിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ആക്ഷേപിക്കാനും കഴിയുന്നത്? അതുകൊണ്ടാണ് പല ആളുകളും പോയി അദ്ദേഹത്തിന് പൊന്നാടിയിട്ട് സ്വീകരിക്കുന്നതും അദ്ദേഹവുമായി ചേർന്ന് ഫോട്ടോ എടുക്കാനും. ഒരു പരിധി വരെ SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന SNDPക്ക് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ ഒരു വിധേയപ്പെട്ടുള്ള ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ. SNDP എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒറ്റ പേരിലേക്ക് മാറിയതാണ് ഇതിന്റെ എല്ലാം പ്രശ്നം. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാർ പോകുമ്പോൾ SNDPയുടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയി. ആ രീതിയിൽ ഇപ്പോൾ സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. സുകുമാരൻ നായർ കാണാൻ പോകുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മത നേതാക്കന്മാരാണല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മത നേതാക്കന്മാരുടെയും കൂടെ കയ്യിലാണല്ലോ ഇതെല്ലാം നിൽക്കുന്നത്. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നപ്പോൾ ഏതെല്ലാം കോണിൽ നിന്നാണ് ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന ആളെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മത നേതാക്കൾ വരെ ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. വർഷാവർഷ കാലങ്ങളായിട്ട്
ഒരു എല്ലും കഷ്ണത്തിൽ കിടന്ന് കടിക്കുന്നത് പോലെ കടിക്കുന്നതാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളും ഇത്തരത്തിലുള്ള മത നേതാക്കന്മാരും. ഇവരെല്ലാം ലക്ഷ്യം പണം തന്നെയാണ്. പണത്തിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ വിറ്റുതുലയ്ക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ കോടതിയെങ്കിലും ശിക്ഷിക്കേണ്ടതുണ്ട്.